ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ഇയർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോൺ കൊണ്ട് നമുക്ക് ഒരു വലിയ ഉപയോഗമൊന്നും ഇല്ല. അപ്പം അത് ഉണ്ടാവാനുള്ള റീസൺ എന്ന് വെച്ചാൽ നോക്കുന്നതെങ്കിൽ നമ്മൾ 5 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ പെർഫോമൻസ് സൈഡ്. ഫോൺ എടുത്താൽ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് കുറേ ആപ്പും കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇടും. ആ ഒരു സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളും കാഴ്ചവെക്കും. പക്ഷേ അതൊരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ആപ്പ് എല്ലാം പുതിയ ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങും. പുതിയ കാര്യങ്ങൾ അവർ അപ്ഡേറ്റിലൂടെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. പക്ഷേ അതൊന്നും നമുക്ക് പഴയ ഫോണുകൾക്ക് യൂസ് ചെയ്യാൻ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല പഴയ ഫോണുകൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെർഫോമൻസ് സൈഡ് പറയാനായിട്ട് കാരണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫിനെ പറ്റി. ഈ ഒരു ഫോൺ നമ്മൾ എടുക്കുന്ന ബാറ്ററി ലൈഫും കുറച്ച് ഒരു 5 അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമുള്ള ബാറ്ററി ലൈഫും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും അത്രയും ടൈമിലുള്ള ബാറ്ററി ലൈഫിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ആ ഒരു ബാറ്ററി ലൈഫ് ഇഷ്യൂ കൊണ്ട് നമ്മൾ എന്തൊരു ഫോൺ മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് രണ്ടാമത്തെ ഇതിൽ പറയാനുള്ളത്. ഇപ്പം ബാറ്ററി ലൈഫാണ് മെയിനായിട്ട് നമ്മൾ ഫോണിൽ ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ഫോണ് എത്ര ലോങ് ടൈം നമ്മൾ ബാറ്ററി ഇഷ്യൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുപോയാലും ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് ബാറ്ററി ലൈഫാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പോകുന്നത്, അടുത്ത് ഞാൻ പറയുന്നത് ഹാർഡ്വെയർ ലിമിറ്റേഷനെ പറ്റി. നമ്മളൊരു ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ്, അതോടൊപ്പം തന്നെ ക്യാമറ പെർഫോമൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പർപ്പസിനായി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണെങ്കിൽ ആ ഒരു പെർഫോമൻസ്, പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഹാർഡ്വെയർ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊരു ഫോണ് മാറ്റാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അടുത്തായി നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2, 3, 5 വർഷം വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ തരാം, സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്ന ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഫോണുകൾക്ക് അപ്ഡേറ്റുകൾ കാര്യങ്ങളും കാണത്തില്ല. സംഭവം അവർ നമുക്ക് അപ്ഡേറ്റുകളൊക്കെ തരുന്നുണ്ടെങ്കിലും പോലും അവർ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ വീക്കാക്കുന്നത് കൂടെ അവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരെ പുതിയ പ്രോഡക്റ്റ് കൂടുതലും എത്തിക്കാൻ വേണ്ടി പഴയ പ്രോഡക്റ്റ് അവരെന്തൊരു വീക്കാക്കും. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൂടെ വീക്കാക്കാറുണ്ട്. പക്ഷേ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കൂടെ മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ആ ചെയ്യുന്ന സമയത്തും അവർ ചെറിയതായിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് വീക്കാക്കുന്നുമുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് ചിലവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ പുതിയ ഫീച്ചേഴ്സ് എടുക്കാനായിട്ട് അവരെന്തൊരു ഫോണ് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. പുതിയ ഫോൺ ഫീച്ചേഴ്സ് കിട്ടാനായിട്ട് പുതിയ ഫോണുകളിലിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യും. പിന്നെ ചിലവരെ അപേക്ഷിച്ച് ഫീച്ചേഴ്സിനൊന്നും അവർ പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാലും പക്ഷേ ഒരു ഫോൺ എടുത്താൽ മിനിമം ഒരു 5 ഇയർ വരെയെങ്കിലും മിനിമം അവർ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പം അവരുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു 5 പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പം മെയിനായിട്ട് നമ്മൾ എത്ര വർഷം ഒരു ഫോൺ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഉള്ളതെന്ന് വെച്ചാൽ 2 മുതൽ 5 വർഷം വരെ ഉള്ളൂ. 5 വർഷമൊന്നും പോകത്തില്ല, മിനിമം ഒരു 3 വർഷം വരെ നമ്മളുടെ ഫോണിൻ്റെ എടുത്ത ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 2 വർഷം വരെ പോകുള്ളൂ. 3ാമത്തെ വർഷം ജസ്റ്റ് ഒന്ന് ആ പെർഫോമൻസിന് ചെറുതായിട്ട് വീക്കായി തുടങ്ങും. പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ വീക്കായി തുടങ്ങുന്നതായിരിക്കും. ഇപ്പം എന്നെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു ഫോൺ എടുത്തു, ഇപ്പോൾ ഒരു കോളിങ്, ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു 5 വർഷം പീരീഡ് വരെ പോകണതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി നോക്കണം. നിങ്ങൾ ബാറ്ററി നല്ല രീതിയിൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യാനൊന്നുമില്ല, എന്നാലും ബാറ്ററി പെർഫോമൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുക. മിനിമം 5 വർഷം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ അല്ലാതെ നിങ്ങൾ ഹെവി യൂസ് ചെയ്യുന്ന ആൾക്കാരോട്, ഇപ്പോൾ എന്നെപ്പോലെ ഹെവി ആയിട്ട് നല്ല രീതിയിൽ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ മിനിമം ഒരു ഫോണിൻ്റെ വാറൻറ്റി പീരീഡ് വരെ, എത്ര വർഷമാണ് വാറൻറ്റിയുള്ള ആ ഒരു വാറൻറ്റി പീരീഡിന് ശേഷം 1 വർഷം കൂടെ എടുത്തിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുത്ത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഫോണിൻ്റെ അങ്ങേയായിട്ട് നമ്മൾ യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഒരു നമ്മൾ തേങ്ങ വെള്ളം എടുക്കണ പോലെ പിഴിഞ്ഞ് നമ്മൾ എത്രയും എടുക്കാൻ പറ്റുമോ അത്രയും നല്ലോണം നമ്മൾ ആ ഫോൺ വെച്ച് യൂസ് ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിക്കൊള്ളും. എന്ന് വെച്ചാൽ വാരൻറ്റി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പം ഫോണിൻ്റെ അങ്ങേയറ്റം നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അതോടൊപ്പം നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു.